നമസ്കാരം. ഇന്നലെയും ഇന്നുമൊക്കെയായി സൈബർ ഇടങ്ങളിലും മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് തമിഴകത്ത് നിന്നുള്ള ഇളയ ദളപതി തന്നെയാണ്. സൂപ്പർ താരം വിജയ് തന്നെയാണ്. അദ്ദേഹം ഏറെക്കാലത്തെ അഭ്യൂഹങ്ങൾക്കൊക്കെ വിരാമം ഇട്ടുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നു. തമിഴക വെട്രി കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വിവരങ്ങൾ വിജയ് തന്നെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുമുണ്ട്. എന്തായാലും ഈ TVK അഥവാ തമിഴക വെട്രി കഴകം എന്ന പാർട്ടിയുടെ ഭാഗത്തു നിന്നും ആദ്യത്തെ ഒരു നിർദ്ദേശം അവരുടെ പ്രവർത്തകർക്കായി പുറത്തു വന്നിരിക്കുന്നു. രാഷ്ട്രീയ പ്രവർത്തനം മാന്യമായിരിക്കണം എന്ന നിർദ്ദേശമാണ് പാർട്ടിയുടെ അധ്യക്ഷനായ വിജയ് പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ മറ്റു രാഷ്ട്രീയ നേതാക്കളെയോ വിമർശകരെയോ അധിക്ഷേപിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് തമിഴക വെട്രി കഴകം ഭാരവാഹികൾക്കുള്ള വിജയ്യുടെ ആദ്യ നിർദ്ദേശം. എന്തായാലും നാളെ ആരാധക കൂട്ടായ്മ ഭാരവാഹികളുമായി അദ്ദേഹം ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. 2 മാസത്തിനുള്ളിൽ തന്നെ പാർട്ടിയുടെ ശക്തി വിളിച്ചോതുന്ന തരത്തിൽ കടലൂരിലോ അല്ലെങ്കിൽ തിരുച്ചിറപ്പള്ളിയിലോ വമ്പൻ പൊതുയോഗം വിളിക്കാനുള്ള ചില ആലോചനകളും വിജയുടെ ഭാഗത്തു നിന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ പ്രവർത്തകരോട് മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ വ്യക്തി അധിക്ഷേപം നടത്തുന്ന ഒരു പരാമർശവും പാടില്ല എന്നുള്ള നിർദ്ദേശം വിജയ് നൽകിയത് എന്നതിന് കൃത്യമായ ഉത്തരമുണ്ട്. നമുക്കറിയാം, ഇതിനോടകം തന്നെ ഇത്തരത്തിലുള്ള അപക്വമായ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് ദേശീയ തലത്തിൽ പോലും ശ്രദ്ധ നേടിയ ഒരു നേതാവ് അവിടെയുണ്ട്. തമിഴകത്തിന്റെ യുവജന കാര്യക്ഷേമ മന്ത്രിയും MK സ്റ്റാലിന്റെ മകനുമായ ഉദയനിധി സ്റ്റാലിൻ നടത്തിയ പരാമർശങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം മറ്റുള്ള രാഷ്ട്രീയ പ്രതിയോഗികളെ വിമർശിക്കുന്ന രീതി, ഇതൊക്കെ പലപ്പോഴും ദേശീയ തലത്തിൽ തന്നെ വിമർശനത്തിന് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട്. പല വേദികളിലും അദ്ദേഹം നടത്തുന്ന പരാമർശങ്ങൾ അത് DMK എന്ന പാർട്ടിയുടെ സംസ്കാരം എന്ത് എന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കൂടി സഹായിക്കുന്നുണ്ട്. കാരണം പലപ്പോഴും അത്തരത്തിൽ വ്യക്തി അധിക്ഷേപം അല്ലെങ്കിൽ വളരെ തരം താഴ്ന്ന പ്രസ്താവനകളൊക്കെ ഉദയനിധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. നമുക്കറിയാം, അണിയറയിൽ തന്നെ ഒരു പറച്ചിലുണ്ട്, വിജയും ഉദയനിധിയും തമ്മിൽ അത്ര രസത്തിലല്ല, അത് സിനിമാ മേഖലയിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും അങ്ങനെ തന്നെ എന്ന് പറയാറുണ്ട്. ഇന്നലെയാണെങ്കിലും വിജയ് ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ചുള്ള പ്രഖ്യാപനം നടത്തിയപ്പോൾ അതിന് ആശംസകളുമായി ഉദയനിധി വന്നിരുന്നുവെങ്കിൽ പോലും ഇതിനു മുൻപ് ഇരുവരും തമ്മിൽ ചില അഭിപ്രായ ഭിന്നതകളൊക്കെയും ഉടലെടുത്തിട്ടുണ്ട് എന്നുള്ളത് തമിഴ് മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉദയനിധിക്ക് നേരെ ഒരു ആക്രമണം തന്നെയാണ് വിജയ് നടത്തിയിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. ഇത് ഉദയനിധിക്കുള്ള ഒരു നിർദ്ദേശമാണോ എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം രാഷ്ട്രീയ പ്രവർത്തനം മാന്യമായിരിക്കണം എന്നുള്ള ഒരു പാഠം തന്നെയാണ് വിജയ് നൽകിയിരിക്കുന്നത്. തീർച്ചയായും ഇത് മറ്റുള്ള പാർട്ടികളെ അല്ലെങ്കിൽ മറ്റുള്ള പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ അസ്വസ്ഥരാക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. രാഷ്ട്രീയത്തിൽ പലപ്പോഴും പ്രതിയോഗികളെ ഒരു പ്രതിപക്ഷ ബഹുമാനവും ഇല്ലാത്ത രീതിയിൽ തരം താഴ്ത്തി സംസാരിക്കുന്ന ഒരു പ്രവണതയുണ്ട്, പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിൽ. അതിൽ തന്നെ തമിഴകത്ത് അത് വളരെയധികം കൂടുതലുമാണ്. അതുകൊണ്ട് തന്നെയാണ് വിജയിയുടെ ഈ ഒരു ആദ്യ പ്രസ്താവന വളരെയധികം ചർച്ചകൾ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നതും. എന്തായാലും അണിയറയിൽ വലിയ നീക്കങ്ങളൊക്കെ തന്നെയാണ് നടക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ ആർക്കും പിന്തുണ പ്രഖ്യാപിക്കില്ല, ആരുമായും സഖ്യമില്ല എന്നൊക്കെ വിജയ് പറയുന്നുണ്ട്. എങ്കിൽ പോലും അദ്ദേഹം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയം പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷെ 2026 മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കണം എന്നുള്ള വിജയുടെ മോഹം അത്ര പെട്ടെന്നൊന്നും പൂവണിയാനുള്ള സാധ്യതയില്ല. കാരണം ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 2 വർഷത്തിനുള്ളിൽ വിജയ് എന്ത് മാജിക്കായിരിക്കും തമിഴകത്തിന് നൽകാൻ പോകുന്നത് എന്ന തരത്തിലുള്ള ചർച്ചകളും ചൂടുപിടിക്കുന്നുണ്ട്. എന്തായാലും ആദ്യ നിർദ്ദേശം തമിഴക വെട്രി കഴകത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. ആ നിർദ്ദേശം രാഷ്ട്രീയ പ്രവർത്തനം മാന്യമായിരിക്കണം എന്നത് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.